പ്രിയ സുഹൃത്തുക്കളെ, ഒക്ടോബർ മാസം 6-ാം തീയതി ഇന്ന് പരിശുദ്ധ ദൈവമാതാവിൻ്റെ സന്തോഷകരമായ ദിവരഹസ്യങ്ങൾ ചൊല്ലുന്ന ദിവസമാണ്. അതിലും മംഗളവാർത്തയാണ്. ഗബ്രിയേൽ ദൂതനാണ് പരിശുദ്ധ കന്യകമറിയത്തെ മംഗളവാർത്ത അറിയിക്കുന്നത്. മംഗളവാർത്ത എന്ന വാക്കിൽ തന്നെ മംഗളപത്രം, കല്യാണത്തിനൊക്കെ പണ്ട് മംഗളപത്രം വായിക്കുക എന്നൊരു പരിപാടി ഉണ്ടായിരുന്നു. അതിനൊക്കെ ഇന്ന് അതിനൊക്കെ മാറി DJ ഡാൻസൊക്കെ എത്തി. ഏതെങ്കിലും വീട്ടിലെ കാരണവരോ അല്ലെങ്കിൽ മുതിർന്ന ആളുകളോ ഒക്കെ മംഗളപത്രം വായിക്കുമായിരുന്നു. അവിടെ പരിശുദ്ധ കന്യാമറിയത്തിനിടയ്ക്ക് ദൈവദൂതന്മാരെന്ന് പറയുന്നത് മറിയം എന്ന വ്യക്തിയോട് പറയുന്നത് ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി എന്നാണ്. ദൈവസന്നിധിയിൽ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു, നീ ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കുന്ന യേശു എന്ന് പേരിടണം. വളരെ മനോഹരമായ ഒരു വാക്ക് പരിശുദ്ധ കന്യകമറിയം തിരിച്ചു പറയുന്നുണ്ട്. ഞാൻ പുരുഷനെ അറിയുന്നില്ല. എത്ര നിഷ്കളങ്കരമായ ഒരു മറുപടിയാണല്ലേ. ഞാൻ പുരുഷനെ അറിയുന്നില്ല. കാരണം ഏത് പെൺകുട്ടിക്കും അറിയാം, പുരുഷ സംസർഗമില്ലാതെ ഒരു മകനോ അല്ല മകളോ ജനിക്കുകയില്ല, ഒരു സന്താനം ഉണ്ടാകുകയില്ല എന്നറിയാവുന്നതുകൊണ്ടാണ് പരിശുദ്ധ കന്യകമറിയം പറയുന്നത് ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. അപ്പോഴാണ് ദൈവം പറയുന്നത് പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും. അതിന് ഗബ്രിയേൽ ദൂതൻ പരിശുദ്ധാത്മാവിന് മറ്റൊരു വാക്കൂടെ കൊടുത്തിട്ടുണ്ട്. അത്യുന്നതൻ്റെ ശക്തി നിൻ്റെ മേൽ ആവസിക്കും. നിനക്ക് ജനിക്കുന്ന പുത്രൻ പരിശുദ്ധൻ എന്ന് വിളിക്കപ്പെടും. അവൻ പരിശുദ്ധൻ എന്ന് വിളിക്കപ്പെടും. അവൻ ഈശോ എന്ന വാക്കിനാൽ അറിയപ്പെടും. വളരെ മനോഹരമായ ഒരു വാക്കാണ് അവിടെ ഉപയോഗിക്കുന്നത്. എന്നിട്ട് ഇവിടെ പരിശുദ്ധ കന്യകമറിയത്തിന് ഒരു കാര്യം അടയാളമായിട്ട് കൊടുക്കുന്നു. ഒന്ന്, വന്ധി എന്ന് വിളിക്കപ്പെട്ടിരുന്ന നിൻ്റെ ചർച്ചക്കാരി എലിസബത്ത് അല്ലെങ്കിൽ ഏലിശുബ, ഇത് 6-ാം മാസം ഗർഭിണിയാണ്. ഇതൊരു കാര്യം പറയാനുണ്ട്. ഇത് കേട്ടപ്പോൾ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, നിൻ്റെ കാര്യം എന്നിൽ നിറവേറട്ടെ. ഇതാ ഞാൻ നിൻ്റെ കർത്താവിൻ്റെ ദാസി, ഇത് വളരെ നിൻ്റെ വാക്കെന്നിൽ നിറവേറട്ടെ. ഇത് വളരെ നിഷ്കളങ്കമായിട്ട് തിരിച്ചു കൊടുക്കുന്ന മറുപടിയാണ്. ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, ഞാൻ ഇന്നുവരെ കർത്താവിൻ്റെ ദാസിയാണ് ജീവിച്ചത്, നാളെയും കർത്താവിൻ്റെ ദാസിയാണ്, നിൻ്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. ഇവിടെ ഒരു കാര്യം പ്രത്യേകം ചിന്തിക്കുക. 6-ാം മാസമാണ് എലിസബത്തിന് എന്ന് പറയുന്ന ഒരു ദൂതൻ്റെ വാക്ക്. അപ്പോൾ ദൈവം ഓരോ മനുഷ്യരും എത്രത്തോളം കെയർഫുള്ളായിട്ട് നോക്കണേ. ഒരു കുഞ്ഞ് ഒരു സ്ത്രീയുടെ വയറ്റിൽ രൂപപ്പെട്ടു, അതാണ് പറഞ്ഞത്. നിൻ്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പ് ഞാൻ തന്നെ അറിഞ്ഞിരുന്നു. രൂപപ്പെട്ടു എന്നുള്ള ദൈവം അറിയുന്നു, ദൂതൻ അറിയുന്നു. ഇതാണ് ദൈവത്തിൻ്റെ തിരിച്ചറിവല്ല, ദൈവത്തിന് നിൻ്റെ തലമുടി നാര് കൊഴിയുന്നത് പോലും അറിയുന്നു എന്ന് പഠിപ്പിച്ചിരിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ ഓരോ കാര്യങ്ങളും ദൈവം അറിയുന്നു എന്നതിൻ്റെ ഒരു ചിന്തയല്ലേ അത്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, നിർത്തുകയാണ്. എന്നിട്ട് ഇനിയും മറിയത്തിന് 2 കാര്യങ്ങൾ അറിയാം. ജോസഫുമായിട്ട് നിശ്ചയിച്ചിരിക്കുക എന്നൊരു കാര്യം അറിയാം. 2, പുരുഷ സംസർഗമില്ലാതെ ഒരാൾ ഗർഭിണിയാകുകയാണെന്ന് പറഞ്ഞാൽ ദറ്റ് ഈസ് അഡൾട്ടറി, വ്യഭിചാരമാണ്. എന്നെ സമൂഹം വിധി എഴുതുകയുള്ളൂ. അതിൻ്റെ ശിക്ഷ മോശയുടെ നിയമപ്രകാരം എന്തെന്നും മറിയത്തിന് നന്നായിട്ട് അറിയാം. കല്ലെറിഞ്ഞ് കൊല്ലപ്പെടും. എന്നാൽ കല്ലുകൾ തൻ്റെ മുമ്പിൽ ഉണ്ട് എന്നും തന്നെ കല്ലെറിഞ്ഞ് കൊല്ലും എന്നും, വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയാണെങ്കിൽ കല്ലെറിഞ്ഞ് കൊല്ലപ്പെടും എന്നും അറിയാവുന്നിട്ടും എനിക്ക് കല്ലല്ല വിഷയം, എൻ്റെ മുമ്പിൽ ദൈവത്തിൻ്റെ വചനമാണ്, ദൈവത്തിൻ്റെ വാക്കാണ് എനിക്ക് പ്രാധാന്യം. അതുകൊണ്ടാണ് പരിശുദ്ധ കന്യകമറിയം പറഞ്ഞത് ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, നിൻ്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ എന്നും. ഇനിയും ഒരു ചെറിയ വിമർശനം ഞാൻ പറയാണ്. പരിശുദ്ധ ദൈവമാതാവിൻ്റെ മധ്യസ്ഥം പ്രാർത്ഥിക്കുമ്പോൾ നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സ്വസ്തി, കർത്താവ് നിന്നുടനെ സ്ത്രീകൾ വാഴ്ത്തപ്പെട്ടവളാകുന്നു, നിൻ്റെ ഉദരഫലം അനുഗ്രഹീതം. ലൂക്കാസ് സുവിശേഷകൻ്റെ 1-ാം അധ്യായം വായിക്കുമ്പോൾ കത്തോലിക്ക സഭ നടത്തുന്ന ഈ പ്രാർത്ഥന ഈ വാക്കിൽ തന്നെയാണ്, ഈ വാക്കുകളാണ്, ബൈബിളിൽ നിന്നെടുത്ത വാക്കാണ്. അത് ഞാൻ 22-ാമത്തെ ദിവസം ഒക്ടോബർ 22-ാം തീയതി ഞാനത് പറഞ്ഞുതരാം. ഒന്നും പ്ലാൻഡ് അല്ല, എഴുതി വെച്ചേക്കൊന്നുമല്ല. പരിശുദ്ധ കന്യകമറിയത്തോടുള്ള ആ പ്രാർത്ഥന വിശുദ്ധ ബൈബിളിൽ എടുത്തേക്കുന്ന വാക്കുകൾ തന്നെയാണ്, മധ്യസ്ഥ പ്രാർത്ഥന. എന്നിട്ട് അതിനകത്ത് 2-ാമത്തെ ഭാഗം ചേർക്കുന്നത് മനുഷ്യരെ ചേർത്തിട്ട് പറയുന്നതാണ്, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഞങ്ങൾ എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും
ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അത് എല്ലാ പ്രാർത്ഥനയ്ക്കകത്തും നമ്മൾ ചേർക്കുന്നത്. ഈശോ പറഞ്ഞ വാക്കുകൾ മാത്രമല്ല, ദൈവം ഉച്ചരിച്ച വാക്കുകൾ മാത്രമല്ല നമ്മൾ ഉച്ചരിക്കുന്നത്. നമ്മളിപ്പോൾ ഒരു അമ്പലത്തിൽ പ്രാർത്ഥിക്കും, മോസ്കിലൊക്കെ പ്രാർത്ഥിക്കുകയാണെങ്കിൽ അള്ളാൻ്റെ സൂറത്ത് മാത്രമല്ല, അല്ലെങ്കിൽ രാമായണത്തിലോ മഹാഭാരതത്തിലോ അല്ലെങ്കിൽ ഉപനിഷത്തിലോ വാക്കുകൾ മാത്രമല്ല. എനിക്ക് എൻ്റെ ആവശ്യമുണ്ട്. ഞങ്ങളുടെ നാട്ടിൽ മണികെട്ടിയ വീടുന്നൊരു വീടുണ്ട്, ശക്തികുളങ്ങര അടുത്ത. അവിടെ ചെന്ന് പ്രാർത്ഥിക്കുന്നത് അവരവരുടെ ജീവിതത്തിൻ്റെ ആഗ്രഹങ്ങളാണ്. അവിടെ ചെന്ന് ഈശ്വരനെ, ഇപ്പോൾ ഈശാവാസ്യമിതം സർവ്വം എന്ന് പറഞ്ഞിട്ട് ഉപനിഷത്തിൻ്റെ ആദ്യത്തെ വാക്ക് ഈശ്വരനെ പറഞ്ഞ് പഠിപ്പിക്കേണ്ട ആവശ്യമുണ്ട്. ഈശ്വരനെ അറിയാമല്ലോ. പക്ഷേ എൻ്റെ മകൾക്കൊരു കാര്യമുണ്ട്, എൻ്റെ മകൻ്റെ ഒരു കാര്യമുണ്ട്, എൻ്റെ അയലത്തെ വീട്ടിൻ്റെ കാര്യമുണ്ട്, അങ്ങനെ പറയും. അതാണ് നമ്മുടെ ഭാരതത്തിൻ്റെ കൾച്ചർ, ലോകത്തിൻ്റെ കൾച്ചർ. നമ്മുടെ ആവശ്യങ്ങൾ പറയാനാണല്ലോ നമ്മൾ ഈശ്വര സന്നിധിയിലേക്ക് പോകുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, പരിശുദ്ധ കന്യകമറിയത്തോടുള്ള പ്രാർത്ഥനയിൽ ചേർത്തിരിക്കുന്ന വാക്കുകൾ മനുഷ്യജീവിതത്തിൻ്റെ ആവശ്യങ്ങളാണ്. ഞാൻ തിരിച്ചെൻ്റെ വിഷയത്തിലേക്ക് വരുന്നു. മംഗളവാർത്തയാണ്. ഇന്ന് ഒരു സ്വർഗസ്വനായ പിതാവേയും 10 നന്മ നിറഞ്ഞ മറിയമേ ചെല്ലുമ്പോൾ ഓർത്തിരിക്കുക, പരിശുദ്ധ കന്യകമറിയത്തിൽ വന്ന് അതിരില്ലാത്ത സന്തോഷത്തിൻ്റെ നിറവിലാണ് അവളുടെ പ്രാർത്ഥന. അവളുടെ ഹൃദയത്തിൽ നിന്നും ശിരസ്സിൽ നിന്നും, അതായത് തലച്ചോറിൽ നിന്നുമാണ് ദൈവത്തിന് അംഗീകാരം കൊടുക്കുന്നത്. പൂർണ്ണ സമ്മതത്തോടെ, കല്ലുകളല്ല ദൈവത്തിൻ്റെ വാക്കുകളാണ് ഞാൻ അനുസരിക്കേണ്ടുന്നത് എന്ന് പറയുന്ന, ഞാൻ പുരുഷനെ അറിഞ്ഞിട്ടില്ല എന്ന് പറയുന്ന നിഷ്കളങ്കത, എന്നാൽ എടുത്ത വാക്കിൽ നിന്നും മാറാത്ത നിൽക്കുന്ന നിശ്ചയം, ഇതൊക്കെ നമ്മുടെയൊക്കെ മനസ്സിൽ ഉണ്ടാകട്ടെ. നന്മകളുള്ള നല്ല ദിവസം. പ്രതിബന്ധങ്ങളല്ല നമുക്ക് ഉള്ളത്, പ്രതിബന്ധത്തെ വകഞ്ഞു മാറ്റുന്ന കർത്താവിൻ്റെ മാറിലേക്കാണ് ഞാൻ തല ചായ്ച്ചിരിക്കുന്നത് എന്ന ഉത്തമ ബോധ്യമുള്ളവന് പ്രതിബന്ധങ്ങൾ ഒരു വിഷയമല്ല, അത് വഴികളായിരിക്കും. നന്മയുടെ ജോൺസൺ കരൂർ.